ആലപ്പുഴയിൽ അത് പി കൃഷ്ണപിള്ളയുടെ പേരിലാണ് ആ സാംസ്കാരിക സമുച്ചയത്തിന് വേണ്ടി സ്ഥലം നോക്കിയത്. അത് നൂർനാട് ലെപ്രസി സാനിറ്റോറിയത്തിൻ്റെ ഇപ്പോൾ ഉപയോഗിക്കാതെയുള്ള ഭൂമി അതിനുപയോഗിച്ചുകൊണ്ട് ഒരു വലിയ പദ്ധതിയാണ് സാംസ്കാരിക വകുപ്പ് ശ്രീ സജി ചെറിയാൻ്റെ മുൻകൈയിൽ അന്ന് അതിന് ഒരു പദ്ധതി ഇട്ടത്. അതിൻ്റെ ഭാഗമായി ഏതെങ്കിലും ഒന്നോ രണ്ടോ കെട്ടിടങ്ങൾ വരിക എന്നുള്ളതിനപ്പുറത്തേക്ക് മാറിയിട്ട് 365 ദിവസവും പെർഫോമിംഗ് നടത്താൻ പറ്റുന്ന തരത്തിലുള്ളൊരു തിയേറ്റർ സംവിധാനം. നമ്മൾ ഷേക്സ്പീരിയൻ ഡ്രാമകൾ ഇപ്പോൾ അവിടങ്ങളിൽ 365 ദിവസവും നടത്തുന്നുണ്ടെന്ന് പറയുന്നത് പോലെ കേരളത്തിൽ അങ്ങനെ എല്ലാ ദിവസങ്ങളിലും നാടകം അവതരിപ്പിക്കാൻ പറ്റുന്നൊരു ഇടമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരമൊരു കാര്യത്തിന് പരിഹാരമാവുന്ന തരത്തിലേക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാകും എന്ന് കണക്ക് കൂട്ടിയിരുന്നു. പല നാടക കേന്ദ്രങ്ങൾക്കും നാടക സമിതികൾക്കും സ്വന്തമായ ഭൂമിയോ കെട്ടിടങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ റിഹേഴ്സൽ അടക്കമുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനുള്ള ഒരു സംവിധാനം അവിടെ ഉണ്ടാവും. അപ്പോൾ ഏത് നാടക സമിതിക്ക് വേണമെങ്കിലും അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം. അതിനെല്ലാം ഉപരിയായിട്ട് ഞാൻ കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മേഖലകളുമായെല്ലാം കലാപ്രവർത്തനങ്ങളുമായെല്ലാം ബന്ധപ്പെട്ടത് ഏതെല്ലാം മേഖലയായിക്കോട്ടെ, സിനിമയായിക്കോട്ടെ, നാടകമായിക്കോട്ടെ, മറ്റു കലാരൂപങ്ങളായിക്കോട്ടെ, ഈ മേഖലകളിലേക്കെല്ലാം ജീവിതം തന്നെ സമർപ്പിച്ച് നിൽക്കുന്ന കലാകാരന്മാരുണ്ട്. ആ കലാകാരർക്ക് അവർക്ക് അവരുടെ അവസാന നാളുകളിൽ ഒരു ഏറ്റവും സുരക്ഷിതമായൊരിടത്ത് അവർക്ക് താമസിക്കാൻ കഴിയുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പലരും പല മന്ദിരങ്ങളിലേക്കും മാറിയത് നമ്മുടെ എല്ലാം മുമ്പിൽ അനുഭവമുണ്ട്. ചിലരൊന്നും കുടുംബങ്ങളില്ലാതെ വന്നതിൻ്റെ പ്രശ്നമുണ്ട്, കുടുംബങ്ങൾ നോക്കാത്തതിൻ്റെ പ്രശ്നമുണ്ടാവാം, പല വിധങ്ങളായുണ്ട്. ഈ അത്തരം ഒരു ആളുകൾക്കെല്ലാം ഒന്നിച്ചു കൂടിയിരിക്കാൻ കഴിയുന്ന, താമസിക്കാൻ കഴിയുന്ന ഒരു, ഞാൻ അഭയകേന്ദ്രം എന്നൊരു വാക്കൊന്നും അതിന് കൊടുക്കുന്നില്ല, അത്തരം ഒരു കേന്ദ്രം കൂടി ഇവിടെ വിഭാവനം ചെയ്യുന്നു. ഞാൻ ആ പദ്ധതിയിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായിരുന്നു. ഇനി ഇങ്ങനെയുള്ള ആൾക്കാർ, കലാമേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർ, അവരുടെ ജീവിതത്തിൻ്റെ ഒരു അവസാന കാലഘട്ടങ്ങളിൽ ആരുടെയും ആശ്രയമില്ലാതെ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നതിന് ഒരു ശാശ്വതമായ പരിഹാര മാർഗം കൂടിയായിരുന്നു നൂർനാട്ടെ ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്തിരുന്നത്. അതെല്ലാം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നതിൽ ശരിയായ കാര്യമല്ല. എന്തുകൊണ്ടാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പി കൃഷ്ണപിള്ള എന്നൊരു പേര് കേൾക്കുന്നത് കൊണ്ടാണോ അങ്ങനെ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അത് ആ രാഷ്ട്രീയമാണെങ്കിൽ അത് പറയേണ്ടത് അനിവാര്യമാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുന്നണി പോരാളിയായി ഒരാളാണ്. കേരളീയ നവോത്ഥാനത്തെ ഏറ്റവും പ്രമുഖമായ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ പ്രമുഖമായ പങ്ക് വഹിച്ച ഒരാളാണ് സഖാവ് പി കൃഷ്ണപിള്ള എന്നുള്ളത്. അത് ഏത് ചരിത്രകാരന്മാരും അത് അംഗീകരിക്കുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ടാണത് ഒരു ഗവൺമെൻറ്റിനെ അസ്വസ്ഥമാക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ എത്രയോ പദ്ധതികൾക്ക് പേരുകൾ കൊടുക്കുന്നു. ആ പേരുകൾ ആരെങ്കിലും അതിനെ എതിർക്കുന്നുണ്ടോ? ആ പേര് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ? ഇപ്പോൾ തിരുവനന്തപുരത്തൊരു പുതിയതായൊരു മെഡിക്കൽ കോളേജ് വരുമ്പോൾ ശ്രീ കെ കരുണാകരൻ്റെ പേരാണ് നൽകുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നു. നേരത്തെ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പേരിട്ട് നിർത്തുകയാണ്. കേരളത്തിലാവും ഞങ്ങളാരും ഒരു ചർച്ചയ്ക്ക് വന്നിട്ടില്ല, അതൊക്കെ ആ ഗവൺമെൻറ്റിന് തീരുമാനിക്കാം. പക്ഷേ ഒരു തീരുമാനിച്ച ഒന്നിനെ പിന്നീട് മാറ്റുക എന്ന് പറയുന്നൊരു രീതി വന്നു കഴിഞ്ഞാൽ നാളുകളിൽ എങ്ങനെയായിരിക്കും കേരളത്തിൽ അത് അതിനുണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ നൽകുക? ഏത് പദ്ധതി വേണമെങ്കിലും ഇത്തരത്തിൽ മാറ്റാവുന്നതല്ലേ ഉള്ളൂ എന്നൊരു തോന്നലായിരിക്കില്ലേ ഉണ്ടാവുന്നില്ല. അപ്പോൾ അങ്ങേയറ്റം മോശപ്പെട്ടൊരു കാര്യമാണ്. അവിടെ ഒരു കേന്ദ്രീയ വിദ്യാലയം വരുന്നതിനൊന്നും ആരും എതിരല്ല. ITBPക്ക് ആ ഭൂമി കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ എതിർപ്പുകളൊക്കെ ഞങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരുന്ന കൂട്ടത്തിലായിരുന്നു. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് അല്ല, അതിനപ്പുറത്തേക്ക് നാടിന് ഏറ്റവും കൂടുതൽ ഗുണകരമാവുന്ന ഒരു ഒന്നായി ആ ഭൂമി ഉപയോഗിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക. അവിടെയുള്ള ലെപ്രസി രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാരെ പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാവുക. അത് ആധുനിക രീതി അനുസരിച്ചുള്ളത് ഉണ്ടാവുക. അശ്വമേധം പോലെയുള്ള നാടകങ്ങളുടെ പിറവിയെടുത്ത ഒരിടമാണ്. തോപ്പിൽ ഭാസിയെ ഏറ്റവും കൂടുതലായി സ്വാധീനിച്ച ഒരു മണ്ണാണ്. അപ്പോൾ അതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ നാടകത്തിൻ്റെയും മറ്റും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭൂമി കൂടി അവിടെ കണ്ടെത്താൻ തീരുമാനിച്ചത്. അത്തരമൊരിടത്തെ അതെല്ലാം തള്ളിക്കളയുന്നു എന്ന് പറയുന്നു. അതിന് വേണ്ടിയിട്ട് നേരത്തെ ITBPക്ക് ഈ പറയുന്ന ആ കേന്ദ്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സെൻട്രൽ സ്കൂൾ വരുന്നതിന് വേണ്ടി, കേന്ദ്രീയ വിദ്യാലയം വരുന്നതിന് വേണ്ടിയുള്ള ഭൂമി കൂടി നിശ്ചയിച്ചിരുന്നതാണ്. അപ്പോൾ അവിടെ ഭൂമിയുടെ അത്ര ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ബോധപൂർവമായി ഇപ്പോൾ അത് മാറ്റി തീർക്കുന്നതിലേക്കെത്തി. അത് അത്തരമൊരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്ന, റദ്ദ് ചെയ്തിരിക്കുന്ന തീരുമാനം പുനഃപരിശോധിക്കുകയും പഴയപടി തന്നെ ഇതെല്ലാം കൂടി ചേരുന്നൊരു കേന്ദ്രം അവിടെ ഉണ്ടാവുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഗവൺമെൻറ് അത് ചിന്തിക്കണം എന്നാണ് പറയാനുള്ളത്. ഇരു മന്ത്രിമാരെയും കണ്ട് ഈ കാര്യം ഉന്നയിക്കാനാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്, ആ പ്രദേശവാസി എന്നുള്ള തരത്തിൽ കൂടി. മലയപ്പുഴാട്ടിൽ VS അച്യുതാനന്ദന്റെ സ്മാരകം ഉയരുകയാണ്. ഇപ്പം TV തോമസിന് വേണ്ടി മറ്റൊരു സ്മാരകം CPM നിർമ്മിക്കാനിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇതൊരു ചരിത്ര നിഷേധം എന്നൊരു പരാതി PK ചന്ദ്രാനന്ദന്റെ കുടുംബം MAVP അറിയിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ പുന്നപ്ര വയലാർ രക്തസാക്ഷികളുടെ സ്മാരകത്തിൽ വ്യക്തികൾക്ക് വേണ്ടി സ്മൃതി മണ്ഡപം പണിയുന്നതിലെ ഔചിത്യം കുറവുണ്ടോ? പുന്നപ്ര വയലാറിന്റെ ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്നൊരു മണ്ണാണ് അത്. ആ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുക എന്നുള്ളത്
കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കണക്കാക്കിയാണ്. തന്നെ അവിടെ അടയ്ക്കാൽ മതി എന്ന് പറഞ്ഞ നേതാക്കന്മാരുണ്ട്. ഉയർന്ന നേതാക്കന്മാരെല്ലാം അവിടേക്ക് അടക്കം ചെയ്തിട്ടുണ്ട്. ആ മണ്ണിൽ ആ സമരവുമായി ബന്ധപ്പെട്ട ഉയർന്ന നേതാക്കന്മാരെ അടക്കം ചെയ്യുക എന്നുള്ളതാണ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന ഒരു രീതിയെല്ലാം. പക്ഷേ എന്നാൽ ഇപ്പോൾ ഇത്തരം ഒരു ആവശ്യകത ഉന്നയിക്കപ്പെട്ടു. നേരത്തെയും ഓരോ കാലഘട്ടങ്ങളിലും ചില ആവശ്യങ്ങളെല്ലാം ഉയർന്നു വന്നപ്പോൾ അത്തരം സ്മാരകങ്ങളൊന്നും അവിടെ വേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ സഖാവ് VSന്റെ ഒരു സ്മാരകത്തിന്റെ കാര്യം CPMന്റെ ഭാഗത്തു നിന്നും CPIയുടെ ഭാഗത്തു നിന്ന് TV തോമസിന്റെ സ്മാരകത്തിന്റെ കാര്യം വന്നപ്പോൾ ഇരു പാർട്ടികളുടെയും ജില്ലാ നേതൃത്വം ആലോചിച്ചാണ് ഇപ്പോൾ അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് VSന്റെ സ്മാരകത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ആത്യന്തികമായി അത് രക്തസാക്ഷികളുടെ ഒരു സ്മരണ നടത്തുന്നതിനുള്ള ഒരു മണ്ണാണ്. അത് വലിയുടുകാടിന്റെ വലിയ പ്രാധാന്യം അവിടെ രക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് തന്നെയാണ്. കുറവുണ്ടോ ഇപ്പൊ ഈ സ്മാരകങ്ങൾ വ്യക്തികൾക്ക് വേണ്ടി പണിയുന്നത്? ഇരു പാർട്ടികളും കൂടി ആലോചിച്ച് അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയതല്ലേ. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച് മുന്നണിയിൽ ചെറിയ തർക്കങ്ങളുണ്ട്. എന്തായാലും വിട്ടുവീഴ്ചയൊക്കെ ഉണ്ടോ? പ്രതിപക്ഷ ഉപനേതാവ് വേണം എന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPI? അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനൊരു ആവശ്യകത ഉന്നയിച്ചു. ആ ആവശ്യം ന്യായമാണ്, അംഗീകരിക്കേണ്ടത് അനിവാര്യമാണ്. അനിവാര്യമായ ന്യായമായ ഒരാവശ്യമാണ് CPI ഉന്നയിച്ചിരിക്കുന്നത്. CPI ഒരു കാലത്തും അന്യായമായതോ അനാവശ്യമായതോ ആയ ഒരു കാര്യവും ഇടതുപക്ഷ മുന്നണി മുമ്പാകെ ഉന്നയിച്ചിട്ടില്ല, ഉയർത്തിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും ന്യായമായതും അങ്ങേയറ്റം ആവശ്യകതയുള്ളതുമായ CPIക്ക് ലഭിക്കേണ്ടത്, ആവശ്യകത എന്ന് ഞാൻ പറഞ്ഞത് ലഭിക്കേണ്ടതാണ് എന്നുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഓരോന്നാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം എന്ന തരത്തിലൂടെ ആവശ്യപ്പെട്ടത്. അത് ഇടതുപക്ഷ മുന്നണി വിവിധങ്ങളായ ചർച്ചകളിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് അത്തരത്തിൽ കൂടിയാലോചനകളിലൂടെ ഇക്കാര്യത്തിനകത്ത് ഒരു തീരുമാനം കൈക്കൊള്ളുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്.